ചോദ്യം: നിസ്കാരം അദാഉം ഖളാഉം തീരുമാനിക്കുന്നതെങ്ങനെ? ഉത്തരം: പൂർണ്ണമായ ഒരു റക്അത്ത് സമയത്തിനുള്ളിൽ കിട്ടിയാൽ നിസ്കാരം അദാഉം, ഒരു റക്അത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ നിസ്കാരം ഖളാഉമാണ്. രണ്ടാം സുജൂദിൽ നിന്ന് തല ഉയർത്തലോടെയാണ് ഒരു റക്അത്ത് പൂർണ്ണമാവുക. ചോദ്യം: സമയം പ്രവേശിക്കാതെ ഖളാ ആകുന്ന നിസ്കാരമുണ്ടോ? ഉത്തരം: ഉണ്ട്. ഫർളിന്റെ ശേഷമുള്ള റവാത്തിബ് നിസ്കാരമാണിത്. ഫർള് ഖളാഅലോടുകൂടി ശേഷമുള്ള റവാത്തിബും ഖളാ ആയി. അതേസമയം റവാത്തിബിന്റെ സമയം പ്രവേശിച്ചിട്ടുമില്ല. ഫർള് നിസ്കരിച്ചാലേ ശേഷമുള്ള റവാത്തിബിന്റെ സമയം പ്രവേശിക്കൂ. ചോദ്യം: അന്റാർട്ടിക്ക, ഗ്രീസ് തുടങ്ങിയ ചില രാജ്യങ്ങളിൽ 3 മാസം പകലും അത്ര തന്നെ രാത്രിയും സംഭവിക്കുന്നു. ഇത്തരം നാടുകളിൽ നിസ്കാരത്തിന് എങ്ങനെ സമയം കണക്കാക്കും? ഉത്തരം: പ്രസ്തുത നാട്ടുകാർ നിസ്കാരം, നോമ്പ് എന്നിവയ്ക്ക് ഉദയാസ്തമയങ്ങൾ കൃത്യമായി നടക്കുന്ന അടുത്ത നാട്ടിലെ പകൽ സമയത്തിൻ്റെയും നിസ്കാരങ്ങളുടെയും അനുപാതം നോക്കി കണക്കുകൂട്ടണം. ചോദ്യം: മഗ്‌രിബ് എപ്പോൾ ഖളാ ആകും? ഉത്തരം: സൂര്യാസ്തമയം കഴിഞ്ഞ് മേഘത്തിലെ ചുവപ്പുമായും വരെയാണ് മഗ്‌രിബിന്റെ സമയം. ഇതാണ് പ്രബലം. ചുവപ്പുമായലോടുകൂടി ഇശാഇന്റെ സമയമാകും. മഗ്‌രിബിന്റെ സമയം ഏകദേശം 70-80 മിനിറ്റ് നീണ്ടുനിൽക്കും. ചോദ്യം: മഗ്‌രിബിന്റെ സമയം 20 ദറജയാണെന്ന് ഷർവാനിയിൽ കാണുന്നു. മിനിറ്റ് അനുസരിച്ച് അതിന്റെ കണക്ക് എത്ര? ഉത്തരം: 1 മണിക്കൂറും 20 മിനിറ്റും വരുമെന്ന് പണ്ഡിതർ പ്രസ്താവിച്ചിട്ടുണ്ട്. ചോദ്യം: ളുഹറിന്റെ സമയത്ത് ഒരാൾ ളുഹർ നിസ്കരിച്ചു, എന്നാൽ സമയമായത് അവൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ നിസ്കാരം സ്വഹീഹാകുമോ? ഉത്തരം: ഇല്ല. കാരണം സമയം ആവൽ മാത്രമല്ല നിസ്കാരത്തിന്റെ ഷർത്ത്. പ്രത്യുത സമയം ആവലും ആയെന്ന് അറിയലുമാണ്. ചോദ്യം: പെരുന്നാൾ നിസ്കാരം ഏറ്റവും നല്ലത് സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ കതിർ ഉയർന്ന ശേഷമാണെന്ന് കിതാബുകളിൽ കാണുന്നു. ഇന്നത്തെ മിനിറ്റ് പ്രകാരം അതിന്റെ സമയമെത്ര? ഉത്തരം: 5 ദറജയാണ് ഉദ്ദേശം. 1 ദറജ 4 മിനിറ്റാണ്. അപ്പോൾ ഒരു കുന്തത്തിന്റെ കതിർ എന്നത് 20 മിനിറ്റാണ്.